എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഇനിയുള്ള സിനിമാ മേഖല ഒരു പുതിയ ഒരു മുഖത്തോടെ ആയിരിക്കും ഇനി ഉയർത്തെഴുന്നേൽക്കുന്നതെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ശുഭാപ്തി വിശ്വാസം കൈവിടുള്ള കുഞ്ഞിരാമ. ഒന്നിപ്പഴിച്ച 3 പ്രമാണം. എന്നിട്ട് വേണം 3 പഴിച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. പക്ഷെ അതിൻ്റെ പിന്നാലെ വന്ന കഥകളും ഇഷ്യൂസും വല്ലാതെ വേദന ഉണ്ടാക്കുന്നുണ്ട്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. എനിക്ക് ആ കൂട്ടരാജിയോട് ഒരിക്കലും ഞാൻ അനുകൂലിക്കുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി കൂട്ടരാജി എന്നൊക്കെ കേട്ടപ്പോൾ. എന്താണ് ബോട്ട് പറഞ്ഞ ഞങ്ങളൊരുത്തം വെള്ളത്തിലെറിഞ്ഞാണ്. ആരാണാ പറ്റി? ആ ഹിന്ദുവിന്റെ മറ്റവൻ ഫ്രാങ്കിനവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞ. പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ. അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. സിദ്ദിഖ് എന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എന്താ പറയുക, പുള്ളിയുടെ ധാർമ്മിക ആ ഒരു ഇത് വെച്ചിട്ട് പുള്ളി അപ്പം തന്നെ എൻ്റെ അന്ന് റിസൈൻ ചെയ്തു. ഇടിപെറ്റിയവന്റെ ആശ്രമത്തിൽ കട്ടപ്പാറ കുത്തുകയറ്റി അങ്ങനെ ഇരിക്കും. അതാ ഇപ്പോഴത്തെ എന്റെ സ്ഥിതി. അപ്പൊ അങ്ങനെ ആരോപണം വന്നവരിക്കുന്നുണ്ടെങ്കിൽ അവർ റിസൈൻ ചെയ്യട്ടെ, മാറി നിന്ന് ഇതിനെ ഫേസ് ചെയ്യട്ടെ, അതല്ലേ വേണ്ടത്. അല്ലാതെ മൊത്തത്തിലൊരു രാജി എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അതിനോട് എനിക്ക് ഇപ്പോഴും യോജിക്കാൻ കഴിയുന്നില്ല. അതിന്റെ ആവശ്യമില്ല. കാരണം വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. സിദ്ദീഖിന്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. സിദ്ദീഖിനെ ആശ്വസിപ്പിക്കുന്ന ഒരു വീഡിയോ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. വീഡിയോ സത്യത്തിൽ വൈറലായത് അതിന് മുന്നെയാണ്. അതിന് മുന്നേ ഇത് അവിടെ നിന്ന് എടുത്ത് ആരൊക്കെയോ എത്രയോ മില്യൺ വ്യൂസ് കണ്ടതാണ്. അത് എന്തൊക്കെയോ ഞാനത് മൈൻഡ് ചെയ്തില്ല. ട്രോളൊക്കെ എല്ലാവർക്കും എല്ലാം ഞാനതൊക്കെ എൻജോയ് ചെയ്യാറില്ല. എന്തെങ്കിലും പറയട്ടെ. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഞാൻ ആരെയും ഒരു സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ആരെയും പോയിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഹഗ് ചെയ്ത് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ എനിക്കില്ല. ഞാൻ കുറച്ച് മാറി നിന്നിട്ട് ഞാൻ വളരെ സ്വഭാവശുദ്ധിയുള്ള ചെറുപ്പക്കാരനാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതിന്റെ മാസ്റ്റർ അറിയാലല്ലേ. ധരിച്ചു താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ വിതുമ്പി. ഞാനും പോയിട്ട് ഞാനൊന്ന് ഹഗ് ചെയ്തു. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ആ സമയത്ത് ഞാൻ ആലോചിക്കുന്നില്ല ഞാൻ എങ്ങനെയാണ് പുള്ളി പിടിച്ചതെന്നും. ഞാൻ അവിടെ ക്യാമറയൊക്കെ, പക്ഷെ ഞാൻ ബോധർ ചെയ്യുന്നില്ല. കാരണം വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഒരു മകന്റെ മരണമായിട്ട് നിൽക്കുന്ന ഒരു അച്ഛനാണത്. എനിക്കപ്പോൾ അത് മാത്രമേ അവിടെ എനിക്ക് എൻ്റെ പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിയെ കെട്ടിപ്പിടിച്ചു, പുള്ളി വിതുമ്പി, ഞാനും ഇങ്ങനെ ആക്കി. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. നമുക്ക് പോവാം. പക്ഷേ